വയനാട്ടിലേക്ക് നോക്കുന്നു, ചിത്രം മാറുന്നു. 31,817 ഭൂരിപക്ഷം എത്തുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട് കുലുക്കി പ്രിയങ്ക, അങ്ങനെ തന്നെ വിളിക്കാം. കാരണം വലിയ ചലനം ഉണ്ടാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് തുടക്കം മുതൽ കഴിയുന്നു. ഈ തരംഗം നിലനിർത്തിയാൽ, സഹോദരന്റെ ഭൂരിപക്ഷത്തെ മറികടന്നാൽ അത് ചരിത്രമാകും. പ്രിയങ്ക ഗാന്ധിക്ക് പറയാൻ, കോൺഗ്രസിന് അവകാശപ്പെടാൻ ചരിത്രമാകും. ഭൂരിപക്ഷം കുറഞ്ഞാൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അടക്കം മറുപടി പറയേണ്ടി വരുന്ന ഇടമാർത്താണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ. ചേലക്കരയിലെ വോട്ട് നിലയുണ്ട്. അത് UR പ്രദീപിന് 6110, കെ ബാലകൃഷ്ണൻ BJP 2504, രണ്ടാമത് രമ്യ ഹരിദാസ് 4220. ഇതാണ് ചേലക്കരയിലെ ഏറ്റവും ഒടുവിലത്തെ ലീഡ് നില. ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നില വന്നിരിക്കുന്നത്. UR പ്രദീപ് 6110, രമ്യ ഹരിദാസ് 4220 എന്നുള്ളതാണ് കണക്ക്. 1890 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ ഇപ്പോഴത്തെ ലീഡ് LDF-ന്. ഒന്നാം റൗണ്ടിലാണ്. അതിൽ 1890 കൂടുതലുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാം റൗണ്ടിലെ കുറച്ച് വിവരങ്ങൾ കൂടി വന്നപ്പോഴാണ് 1890 താണത്. ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ അങ്ങനെ ഈ ചിത്രം പരിശോധിക്കുമ്പോൾ 2021 അടുത്തെത്താൻ കഴിഞ്ഞു എന്ന് കരുതാം. കാരണം 6344 വോട്ടുകളാണ് അന്ന് രാധാകൃഷ്ണൻ സമാഹരിച്ചത്. ഇവിടെ അദ്ദേഹം 6110 വോട്ടുകൾ സമാഹരിച്ചു എന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. രാധാകൃഷ്ണൻ വലിയ ലീഡായിരുന്നു, അത് വലിയ ലീഡ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആദ്യ ലീഡ് പിന്നീട് അദ്ദേഹത്തിന് നിലനിർത്താൻ ഈ പ്രദീപിന് കഴിയുന്നില്ല എന്നത് വേണം രണ്ടാം റൗണ്ടിന്റെ കൂടി. ഒന്നാം റൗണ്ടിൽ ഏകദേശം 2500 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. ഒന്നാം റൗണ്ടിൽ പ്രദീപിന് 4606, രമ്യക്ക് 2014 വോട്ടുമാണ് കിട്ടിയത്. അതായത് 2602 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ കുറഞ്ഞ 1890 മാറിയിട്ടുണ്ട്. ചേലക്കര പറയുന്ന രാഷ്ട്രീയം. ചേലക്കരയിൽ കുറച്ചുകൂടി വേഗത്തിൽ ടാബുലേഷൻ നടക്കുന്നുണ്ട്, വോട്ടെണ്ണലും നടക്കുന്നുണ്ട്. പാലക്കാട് അല്പം വൈകുന്നുമുണ്ട് അല്ലേ? പാലക്കാട് രണ്ടാം റൗണ്ട് വൈകുകയാണ്. എന്തായാലും ആ ലീഡിലേക്ക് വരാം അല്പസമയത്തിനകം. എത്ര ലീഡ് C. കൃഷ്ണകുമാറിന് രണ്ടാം റൗണ്ട് കഴിയുമ്പോൾ കിട്ടും എന്നുള്ളത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ അനൌദ്യോഗിക വിവരം അനുസരിച്ച് 1300 അല്ലെ, 1300ലേക്ക് ലീഡ് വന്നിട്ടുണ്ട്. 1300ലേക്ക് ലീഡ് വന്നിട്ടുണ്ട്. 1300 എന്ന് പറയുമ്പോൾ അവിടെ ഏതാനും ബൂത്തുകളുടെ എണ്ണത്തിലാണ് രണ്ടാം റൗണ്ടിൽ അല്ലെ. അതിലേക്ക് വന്നതാണ്. രണ്ടാം റൗണ്ട് കഴിഞ്ഞിട്ടില്ല. 1300 വോട്ടുകളുടെ ലീഡാണ്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ EVM മെഷീനിലും അതിൽ നിന്ന് കൗണ്ട് ചെയ്തെടുക്കുന്ന അല്ലെ, അതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആ വോട്ടുകൾ അപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ടാബുലേഷൻ തീർന്നാലേ ആ റൗണ്ടിൽ എത്ര വോട്ടുകളുടെ ലീഡാണ് കിട്ടിയിട്ടുള്ളത് പറയാൻ പറ്റുള്ളൂ. ആ ഔദ്യോഗികമായി തന്നെ അവർ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ആദ്യ റൗണ്ടിന്റെ ഒരു ഔദ്യോഗിക ചിത്രത്തിന് വേണ്ടി. നിലവിലെ ചിത്രം എങ്ങനെയാണ്? 1300 പാലക്കാട് BJPയുടെ ലീഡ് നില എന്നത്. അത് ആദ്യ റൗണ്ടിന്റെ ഫലവും ഒപ്പം രണ്ടാം റൗണ്ടും കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്നാവാം. അതുകൊണ്ട് അതിന്റെ ചിത്രം എത്ര എന്ന് നമുക്ക് കാത്തിരിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം BJPക്ക് കഴിയുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പാലക്കാട് നിന്നും ഉണ്ടാകുന്നു. ഈ ശ്രീധരന്റെ പെർഫോമൻസിന്റെ അടുത്തേക്ക് എത്താൻ ഇതുവരെ C. കൃഷ്ണകുമാർ കഴിഞ്ഞിട്ടില്ല എന്ന സൂചനയുണ്ട്. കാരണം ആദ്യ റൗണ്ടിൽ തന്നെ 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഡ് നില ഉണ്ടായിരുന്നു ശ്രീധരന് 2021. അതിലേക്ക് ഇപ്പോൾ കൃഷ്ണകുമാർ എത്തിയിട്ടില്ല. പക്ഷേ കൃഷ്ണകുമാർ സൂചിപ്പിച്ചിരുന്നു ഈ നഗരസഭയുടെ അവസാന മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം. അതാണ് 4-5. ഞാനിപ്പോൾ അതിൽ വച്ച് നിൽക്കുകയാണ്. 4-5 എന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ളതാണ്. കൃഷ്ണകുമാർ പറഞ്ഞത് ശരിയാകുമെങ്കിൽ അത് BJPയുടെ ഒരു മുന്നേറ്റമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ തുടക്ക സമയത്ത് എന്തായാലും BJP പിന്നോട്ട് പോയിട്ടില്ല, മത്സരത്തിൽ നിന്ന് മാറിയിട്ടില്ല. പാലക്കാട് നഗരസഭയിൽ തങ്ങൾക്കുള്ള മേധാവിത്വം BJP നിലനിർത്തുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.